ഇങ്ങനെ ഈ ദാസേട്ടനെ കൊണ്ടും വേണു അങ്ങനെയുള്ള എക്സ്പീരിയൻസ്ഡ് സിംഗേഴ്സിനെ കൊണ്ട് പാടിച്ചിട്ട് പുതിയ പാട്ടുകാരെ കൊണ്ട് പാടിക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? അവരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു പാട്ടിന് ഇംപ്രവൈസേഷൻ അവർ ചെയ്യാറുണ്ടോ, അതോ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന പോലെ? അല്ല, ആദ്യം അവരും ചെയ്യില്ല. അവർ ടെൻഷൻ അടിച്ചിട്ടായിരിക്കില്ല അവർ പാടുക. എന്തെങ്കിലും പാടി കഷ്ടപ്പെട്ടോ എന്നുള്ള അവസ്ഥയിലായിരിക്കും അവർ പാടുന്നത്. പക്ഷെ ഞാൻ ഒരു ഗായകർക്കും പുതിയ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരാൾക്കാർക്കും ഞാൻ ടെൻഷൻ കൊടുക്കാറില്ല. അവരെൻ്റെ ഫ്രണ്ട്സ് പോലെ, എൻ്റെ അല്ലെങ്കിൽ എൻ്റെ അനിയത്തിയെ പോലെ ഞാൻ അവരോട് പെരുമാറും. മോനെ മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതായിട്ട് വളരെ വളരെ സോഫ്റ്റായിട്ടാണ് പെരുമാറുന്നത്. അപ്പോൾ അവരിൽ നിന്ന് നമുക്ക് കൂടുതൽ സംഭവങ്ങൾ കിട്ടും. എന്നിട്ട് എന്തി പറഞ്ഞേ പറഞ്ഞ് ചൂടായുള്ളത് കൂടെ പോകും. പിന്നെ വേർത്ത് കുളിച്ച് ഒന്നും വരത്തില്ല. അത് സ്ഥലത്ത് വളരെ വളരെ സന്തോഷം. ഇന്നാളൊരു ഇതിനകത്ത് ദാസേട്ടന് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു. ആദ്യത്തെ സിനിമയിൽ പാടി തുടങ്ങിയപ്പോൾ ഈ ജാതിഭേദ മതദ്വേഷം MBS ആണ്. അദ്ദേഹം ദാസിനൊരു റിഹേഴ്സൽ കൊടുക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം മൈക്കിന് മുമ്പിലിരുന്ന് ബാലൻസ് ഒക്കെ ചെയ്ത് റിഹേഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ ദാസ് അകത്ത് വരും, എനിക്ക് കേൾക്കും. അപ്പോൾ റിഹേഴ്സലാണെന്നേ പറഞ്ഞുള്ളൂ, ടേക്കാണെന്ന് പോലും പറഞ്ഞു, സ്ട്രൈറ്റ് ആണ്. അപ്പോൾ ദാസേട്ടൻ പറഞ്ഞു പകരം ഇപ്പോൾ ഒരാൾ വന്നിട്ട് ഒരു പ്രൊഡ്യൂസർ വന്ന് അല്ലെങ്കിൽ ഒരു മ്യൂസിക് ഡയറക്ടർ വന്നിട്ട് പറയണേ, മോനെ ഇത് ഒരുപാട് കാശ് ചിലവാക്കി എടുക്കുന്ന ഒരു പടമാണ് എന്ന് പറഞ്ഞാൽ അതോടുകൂടി ഉള്ളതും കൂടി ഇല്ലാണ്ടാവുന്നു. അങ്ങനത്തെ ഒരു ഞാനും ചെയ്യാറുണ്ട് അതുപോലെ. റിഹേഴ്സലാണെന്നും പറഞ്ഞിട്ട് എടുപ്പിക്കും. നീ ഒന്നും നോക്കണം, നീ റിലാക്സ് ചെയ്ത് പാടിക്കൂടെ, നമുക്ക് ചുമ്മാ റിഹേഴ്സൽ നോക്കണം പറഞ്ഞിട്ട് എഞ്ചിനോട് പറയും, അടുത്തോളം പറയും. അങ്ങനെ സംഭവിക്കാറുണ്ട്. അന്നത്തെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു കോൾ ഷീറ്റിലാണ്. ഇപ്പോൾ 7 to 1 അല്ലെങ്കിൽ 9 to 1 എന്നുള്ളൊരു കോൾ ഷീറ്റിൽ ഇത്രയും ആർട്ടിസ്റ്റ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ പാടിയിട്ട് 2-3 പ്രാവശ്യം ജോൺസേട്ടൻ്റെ ഒരു പാട്ട് തെറ്റിയിട്ട് ഇൻസ്ട്രുമെൻ്റലിസ്റ്റ് അവിടെ നിർത്തിയിട്ട് അവരിങ്ങനെ നോക്കി ഇത് ആരാ പാടുന്നത്. കാരണം ഇത്രയും തെറ്റാൻ പാടില്ല. 2 ടേക്ക് ഒരു സിംഗർ കാരണം അധികം വരികയാണ്. അപ്പോൾ അത് ഇൻസ്ട്രുമെൻ്റലിസ്റ്റ് അത് സഹിക്കാൻ പറ്റില്ല. കാരണം അവർക്ക് അത് കഴിഞ്ഞിട്ട് അത് മടക്കി വേറെ സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ ഇന്നിപ്പോൾ പക്ഷേ കുറച്ചും കൂടെ എളുപ്പമാണ്. അത് കഴിഞ്ഞിട്ട് അവർ പോയി മറ്റുള്ളവർ വന്ന് അവരുടെ സമയത്ത് അവരെടുക്കുകയാണെങ്കിലും പാടാം. പക്ഷേ ടെക്നോളജിക്കലി അത് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടായിട്ടുണ്ട്. നമുക്ക് പുതിയ സിംഗേഴ്സിനോട് ചോദിക്കാം. മോഹൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് നമുക്ക് പുതിയ സിംഗേഴ്സിനോട് ചോദിക്കാം. മോഹൻ്റെ തന്നെ പാട്ടുകളിലൂടെ നമ്മുടെ എല്ലാം ശ്രദ്ധ പിടിച്ചു പറ്റിയ യുവ ഗായകരിൽ ശ്രദ്ധേയരായ വിധു പ്രതാപും ജ്യോത്സ്നയും ഇന്ന് നമ്മളോടൊപ്പം ഈ വേദി പങ്കിടാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ക്ഷണിക്കാം വിധു പ്രതാപ് ആൻഡ് ജ്യോത്സ്ന. കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ ഇങ്ങനത്തെ ഒരു ഷോ ആണ്, ഫസ്റ്റ് ഷോ ആണ്. മണവാളൻ്റെ എല്ലാ പുതുമണവാളൻ്റെ എല്ലാ പുതുമയോടും കൂടിയിട്ട് ഞങ്ങൾ കൊണ്ടുവന്നേക്കെ. ഇത് പക്ഷേ കല്യാണം കഴിച്ചാൽ ഇപ്പോഴും നമുക്കും ഇത് വളരെ പയ്യൻ തന്നെയാണ് അല്ലേ? അപ്പം കല്യാണം കഴിച്ചെന്നുള്ള എല്ലാവരും കൂടെ ഒന്ന് അറിഞ്ഞോട്ടെ എന്ന് വെച്ചിട്ട് ഞാനങ്ങ് പറഞ്ഞു. ഓക്കെ, മോഹൻ നേരത്തെ പറയായിരുന്നു ഈ പുതിയ പാട്ടുകാരൊക്കെ വന്നു കഴിഞ്ഞാൽ ഒട്ടും ഒരു ടെൻഷൻ കൊടുക്കില്ല അവരെങ്ങനെ, അങ്ങനെയല്ല ഇങ്ങനെ. എനിക്ക് പക്ഷേ അത്ര വിശ്വാസം പോരാ ആണല്ലേ? ഇപ്പോഴും വളരെ പുതിയൊരു സിംഗറിനെ വളരെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നൊരു, കാരണം നമുക്ക് ഒരുപാട് എനിക്ക് തോന്നിയിട്ടുണ്ടായി. ഫസ്റ്റ് ഞാൻ പാട്ട് പാടാൻ പോകുമ്പോൾ തന്നെ എന്തെങ്കിലും ചില മ്യൂസിക് ഡയറക്ടേഴ്സ് നമ്മൾ എന്തെങ്കിലും ചെറിയൊരു ഇംപ്രവൈസേഷൻ നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ റിയാക്ട് ചെയ്യും, അതില്ല വേണ്ട ഇഷ്ടപ്പെടില്ല അതുപോലെ പാടിയാൽ മതി എന്ന് പറയും. അങ്ങനെയല്ല, ചിലർക്ക് അങ്ങനെ തോന്നിയിരിക്കും. പക്ഷെ മാഷ് അത് നമ്മൾ ചിലത് പാടുമ്പോൾ ചില സ്ഥലങ്ങളിൽ അവിടെ ചേരില്ലെങ്കിൽ മാഷ് പറയും ഇല്ല വേണ്ട വിധു, അത് നമുക്ക് അവിടെ വേറൊന്ന് മാറ്റി തിങ്ക് എന്ന് പറയും. നമ്മൾ എന്നിട്ട് എൻകറേജ് ചെയ്യാറുണ്ട്. അതായത് വേണ്ട അങ്ങനെ ഉപയോഗിക്കുക, വേണ്ട ഇംപ്രവൈസ് ചെയ്യേണ്ട എന്ന് പറയാതെ അതൊന്നൊന്ന് മാറ്റി നോക്കി വേറെ ഏതെങ്കിലും ഒരു പ്ലാൻ നീ ഒന്ന് ചെയ്തു നോക്കുമെന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വർക്ക് ചെയ്യാനൊരു താല്പര്യം വരുന്നു. അതെ, പാട്ട് അല്ല അതല്ലെങ്കിലും പ്രത്യേകിച്ച് ഈ കലാകാരന്മാരെ എപ്പോഴും പറയും ഇങ്ങനെ ഉള്ളം കയ്യിൽ കൊണ്ടു നടക്കണം എന്നാണ് പറയുന്നത്. അവർക്ക് ദേഷ്യം വരും, അവർ പിണങ്ങും ഒക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും അവരെങ്ങനെ കൊണ്ടു നടന്നാലേ അവരിൽ നിന്ന് കിട്ടാവുന്നതിൻ്റെ ഇത് ഒരുതരം എക്സ്പ്ലോയിറ്റേഷൻ ആണല്ലേ ഉള്ളത്. മാക്സിമം നമ്മളിങ്ങോട്ട് ചൂടുള്ളത് എടുത്താലേ പറ്റുള്ളൂ, അല്ലാതെ കിട്ടില്ല ഒരിക്കലും. പറഞ്ഞു ജയിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അപ്പോൾ എപ്പോഴും കംഫർട്ടബിൾ ആക്കുക എന്നുള്ളത് അതിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. പിന്നെ എനിക്ക് ചീത്തമായിട്ടുണ്ട്, അത് എൻ്റെ കയ്യിലിരിപ്പ്. മാക്സിമം ഭയങ്കര ക്ഷമയോടെ പറഞ്ഞതാണ്. മോഹൻ്റെ ചീത്ത കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞത് ചീത്ത പറഞ്ഞു തുടങ്ങും പുള്ളി എന്നെ മറന്നു. അല്ല, അത് ഇടയ്ക്കിടയ്ക്ക് എങ്ങനെയാണ് ഫോണൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. മാഷ് വിധു നീ എവിടെന്നാ? ഞാൻ തൃശ്ശൂരാണ്. പിന്നെ ഭക്ഷണം കഴിച്ചില്ലേ? അല്ല നീ എവിടെന്നാ? വീണ്ടും രണ്ടാമത് വീണ്ടും മാഷ് ചോദിക്കും, പെട്ടെന്ന് മറന്നു പോകും മാഷ്. ആരാ സംസാരിക്കുന്നതെന്ന് 3 പ്രാവശ്യം ചോദിക്കണമല്ലോ ഫോണില്. ആരാ സംസാരിക്കുന്നത്? ഞാൻ ഇന്നലാണ്. ശരി ശരി, ഓക്കെ. മറ്റേ ഒരു മിനിറ്റ്, ആരാ വിളിക്കുന്ന? ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുന്ന ആൾക്ക് അങ്ങനെ പറ്റും.
സുഖമാണി നിലാവ് തന്നെയാണ് രണ്ടുപേരെ കൊണ്ട് ആദ്യം പാടിക്കുന്ന പാട്ട്. ഇതിന്റെ പാട്ട് അനുഭവം പാടിച്ചിട്ടുണ്ട്. അല്ല ജോൾസിനെ കൊണ്ട് വേറെ എന്തോ ഏത് പാടായിട്ടുള്ളത്? ഞാൻ പ്രണയമണിത്തൂവൽ എന്ന് പറഞ്ഞിട്ട് തുളസിദാസ് അല്ല പാടിയിട്ടുണ്ട്. അതിലാണ് ആക്ച്വലി ഫസ്റ്റ് പാടിയത്. എന്റെയും ഫസ്റ്റ് മാഷിന് വേണ്ടി പാടുന്ന ആ ഫിലിമിൽ തന്നെയാണ് ഞാൻ. അതും ആദ്യം പാടുന്നത് സുഖമാണി ഇല്ല ഇല്ല പ്രണയമണിത്തൂവൽ തന്നെ. ഇതും പാടിയിട്ടുണ്ടോ? ആ ഞാനറിഞ്ഞല്ലോ നാലാളറിഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട്. ഞാനറിഞ്ഞല്ലോ നാലാളറിഞ്ഞല്ലോ. അപ്പോൾ അതിലിപ്പോൾ ജോൾസിനെ പറ്റി പറയുകയാണെന്ന് വെച്ചാൽ ഞാൻ ആ പടത്തിൽ തന്നെ പ്രണയമണി തൂവല്ലേ അതിനകത്ത് ഗ്രൂപ്പ് വോയിസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആരൊക്കെയോ അങ്ങനെ കേട്ട് പിന്നെ ഞാൻ സാധാരണ ഒരു വോയിസ് സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് കറക്റ്റ് ചെയ്യുമ്പോൾ കണ്ണടച്ചിട്ട് ഇരിക്കാറ്. അപ്പോൾ എത്രയോ 4-5 പിള്ളേരുണ്ട്. അപ്പോൾ മൈക്ക് കറക്റ്റ് പൊസിഷൻ ആവാൻ വേണ്ടി ഞാൻ ഓരോരുത്തരെ കൊണ്ട് ഇങ്ങനെ പാടിപ്പിച്ച് പെട്ടെന്ന് ഒരു വോയിസ് എൻ്റെ മനസ്സിലത്ത് ടിക്ക് എന്ന് പറഞ്ഞ് കയറി. അപ്പോൾ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ഈ കൊച്ചാണ്. അങ്ങനെ ആ പേരെനിക്ക് ഓർമ്മയുണ്ടാവില്ല സാധാരണ. അങ്ങനെ മോളൊന്നുകൂടെ പാടാൻ പറഞ്ഞു പാടി. അതിനുശേഷം റെക്കോർഡിംഗ് എല്ലാം കഴിഞ്ഞിട്ടാണ് അന്ന് തന്നെയല്ലേ ഞാൻ എന്നോട് പറഞ്ഞിട്ട് നാളെ ഒരു പാട്ട് ചുമ്മാ പാടി നോക്കാമെന്ന് പറഞ്ഞു. എന്നിട്ടാണ് അവളെ കൊണ്ട് ഈ പാട്ട് ഏതൊരു പാട്ട് അരുത്തൻ്റെ പാട്ട് പാടുന്നത്. അത് ഏത് പാട്ടായിരുന്നു മോളെ? അത് വളകിലുക്കം കേട്ടടി തളകിലുക്കം കേട്ടടി മണിക്കുയിലിൻ പാട്ടിലെ കിലുകിലുക്കം കേട്ടടി കണ്ടാമിണ്ടണ്ട അവനെ കണ്ടാമിണ്ടണ്ട ചെക്കനെ കാണുമ്പോ നീയൊന്നും കൊഞ്ചാൻ നിക്കണ്ട അവനെന്നുയിര് അവനെന്നഴക് അവനെൻ നെഞ്ചിൽ പനിനീർ കടല്. ഞാനും സുജാ ചേച്ചിയും ഒരു ഫീമെയിൽ ഡ്യുവറ്റ് ആയിരുന്നു.